ഇന്ന് നമ്മൾ സപ്തഭാഷ സംഗമവും എന്നറിയപ്പെടുന്ന കാസർഗോഡിനെ പറ്റി ചിലതൊക്കെ അറിയാൻ പോവാണ്. ഒരു കാല് കേരളത്തിലും ഒരു കാല് കർണാടകയിലും. ഇവിടെ മലയാളം, കന്നഡ, തുളു, കൊങ്ങണി, ബ്യാരി, മറാത്തി, ഉറുദു എന്നീ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഞാനൊരു കാസർഗോഡുകാരനായിട്ടും എനിക്ക് ഈ ഭാഷയും ഇത് കാസർഗോഡിന്റെ ഏതൊക്കെ ഭാഗത്താണ് സംസാരിക്കുന്നത് പോലും അറിയില്ല. എന്നാൽ പിന്നെ അതൊന്നും അറിയാലെന്ന് വെച്ച് ഞാനും അജ്മൽ ഇറങ്ങി. അപ്പോൾ വെൽക്കം ടു കാസർഗോഡ്. അങ്ങനെ നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്ന നോക്കി അവസാനം മഞ്ചേശ്വരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. നേരെ എൻ്റെ താമരാക്ഷ പിള്ളി എടുത്ത് ഒരേ പെടാം. പോകുന്ന വഴിയിൽ കാസർഗോഡിലെ ഏറ്റവും നീളം കൂടിയ ചന്ദ്രഗിരി പുഴയും കണ്ടു. കാസർഗോഡുകാർ സമരം ചെയ്ത് അടുപ്പിച്ച കുമ്പള ടോൾ പ്ലാസയും കണ്ടു. മഞ്ചേശ്വരത്തി ഇനി നമുക്ക് ഭാഷ തപ്പി പോകണം. പക്ഷെ ഇവിടെ എത്തി ആദ്യം അന്വേഷിച്ചതവൻ വെജ് ഹോട്ടലായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും കരുതി. ഈ ഹോട്ടലിൽ നിന്ന് ചായയോടൊപ്പം കഴിച്ചത് ഈ ഒരു സാധനമായിരുന്നു. പേര് സഞ്ചീറ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കാണുന്നതും കഴിക്കുന്നതും. എന്തായാലും സാധനം കൊള്ളാം. അങ്ങനെ അവിടെ നിന്ന് പ്രത്യേകിച്ച് വിചാരിച്ച പോലെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി. ഇനി അവിടെ തെണ്ടി തിരിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് ഇനിയും അകത്തോട്ട് പോകാനുണ്ട്. പക്ഷെ ഇവിടുന്ന് ഒരു മനുഷ്യനെയും കാണുന്നില്ല എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി. അതിനൊന്നിച്ച് ഗൂഗിൾ മാപ്പിൽ പോലും കാണാൻ. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു ക്രിക്കറ്റ് കളി നമ്മളെ മുന്നിലേക്ക് വന്നത്. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ ക്രിക്കറ്റ് കളി പോലെ തോന്നിയാലും അടുത്തേക്ക് എത്തുമ്പോഴായിരുന്നു അയാൾ ബോൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചത്. ബോളറിൽ നിന്ന് മാത്രമല്ല ആ ബാറ്റ് ഒരു വ്യത്യാസമുണ്ട്. ഒരുമാതിരി നൈക്കിന്റെ ഒക്കെ ലോഗോ പോലെ. പിന്നെ അവിടുത്തെ അനൗൺസ്മെന്റും മലയാളം മാറി കന്നഡ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനിയും ചിലത് അറിയാനുണ്ട്. അതിനുവേണ്ടി ഇനിയും എങ്ങോട്ടൊക്കെയോ പോകണം. ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു ആളനക്കില്ലാത്ത ജൈനബദ്ധ ടെമ്പിൾ ആയിരുന്നു. ഇവിടെ പോകുന്ന വഴിക്കുള്ള എല്ലാ ബിൽഡിങ്ങും എൻ്റെ ഒന്നും ചില അജ്മലിനെ പോലെ നല്ല പ്രായം തോന്നിക്കുന്നതായിരുന്നു. ഇതാണ് മഞ്ചേശ്വരം ഹാർബർ. നല്ല ചുട്ടുപൊളുന്ന വെയിലായതുകൊണ്ട് അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും നോക്കി. കാസർഗോഡിന്റെ ഭാഷേനെയും കൾച്ചറിനെയും ചോദിച്ചറിയാൻ ഞാൻ മനസ്സിൽ കണ്ട പോലത്തെ പഴയ കടയും ഒരു അപ്പൂപ്പനെയും കിട്ടി. ബട്ട് എനിക്ക് അവിടെ നിന്ന് ഞാൻ വിചാരിച്ച പോലത്തെ ഒരു വൈബ് കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വീണ്ടും ഉള്ളിലോട്ട് പോകേണ്ടി വന്നു. ഫൈനലി ഐ ഗോട്ട് ദ റൈറ്റ് പേഴ്സൺ. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച പോലത്തെ കടയും ഉപ്പുപ്പയും കണ്ടു. ഇവർക്കാണെങ്കിൽ കന്നഡ, മലയാളം, തുളു, കൊങ്ങണി ഭാഷയൊക്കെ സംസാരിക്കും. പക്ഷെ എഴുതുന്നതും വായിക്കുന്നതും കന്നഡയിൽ നിന്ന് മാത്രം. തുളു, കൊങ്ങണി പോലുള്ള ഭാഷകൾക്ക് സ്വന്തമായിട്ട് ഒരു ലിപി ഇല്ലെന്നാണ് പറയുന്നത്. അക്ഷരം വായിക്കാൻ കന്നഡത്തിൽ വായിക്കണത്. തുളു ഭാഷ മാത്രമല്ലാണ് സംസാരിക്കുന്നല്ലാണ്ട് ഇവർക്ക് പൊതുവെ കന്നഡയിലാണ് എഴുതുന്നതും വായിക്കുന്നതും. എന്ന് വെച്ചാൽ നമ്മൾ മംഗ്ലീഷ് എഴുതുന്ന പോലെ. ഈ ഉപ്പുപ്പാന്റെ സംസാരം കേട്ട് നിൽക്കാൻ നല്ല രസമാണ്. നമ്മൾ കുറച്ചു നേരം അതും കേട്ടുകൊണ്ട് അവിടെ നിന്നു. ഇത് വെൽക്കം ടു കാസർഗോഡ് എന്ന സീരീസിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇനിയും കാസർഗോഡിന്റെ വേറെ ചില പ്രത്യേകതയും കൾച്ചർ ഉൾപ്പെടുത്തിയിട്ടുള്ള വേറെയും വീഡിയോസ് വരുന്നതായിരിക്കും. ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ ഓക്കെ, ബൈ.